ഹായ് വെൽക്കം ടു വൈറ്റ് ബോർഡ് ബൈ അപർണ. അഡോളസെൻസ് നമ്മുടെ അഡോളസെൻസ് സൈക്കോളജിയിലെ ആദ്യത്തെ ടോപ്പിക്കാണ് അഡോളസെൻസ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൗമാരം. ആദ്യം എന്താണ് അഡോളസെൻസ്? കൗമാരം എന്നാൽ കുട്ടിക്കാലത്ത് നിന്ന് നമ്മൾ മുതിർന്ന പ്രായത്തിലേക്കുള്ള ഒരു പരിവർത്തന കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് കുട്ടികൾ കാലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മുതിർന്നതിലേക്ക് അഡൾട്ട്ഹുഡിലേക്ക് പ്രവേശിക്കുന്നതിന് ചൈൽഡ്ഹുഡിനും അഡൾട്ട്ഹുഡിനും ഇടയിലുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പീരീഡാണ് കൗമാര കാലഘട്ടം അല്ലെങ്കിൽ അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. ലാറ്റിൻ പദമായ അഡോളസിയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ അഡോളസെൻസ് എന്ന് പറയുന്ന വേർഡ് ഉത്ഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനർത്ഥം വളരുക, ടു ഗ്രോ ടു മെച്യൂരിറ്റി എന്നാണ്. അപ്പോൾ ലാറ്റിൻ വേർഡായ അഡോളസിയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണ്? ടു ഗ്രോ ടു മെച്യൂരിറ്റി. സാധാരണയായി ഇതിൻ്റെ പ്രായപരിധി നമ്മൾ പറയുന്നത് 12 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ്. ഇത് നമ്മൾ ടീനേജ് എന്ന് വിളിക്കാറുണ്ട്. ടീനേജ് അഥവാ അഡോളസെൻസ് പീരീഡ് 12 മുതൽ 19 വയസ്സ് വരെ. സ്റ്റാൻലി ഹൾ എന്ന് പറയുന്ന വ്യക്തി കൗമാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നു. സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എന്തെന്ന് വിളിക്കുന്നു? മനഃശാസ്ത്രത്തിൻ്റെ കൗമാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു കോട്ടാണ്. നമ്മുടെ അഡോളസെൻസ് പീരീഡിനെ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം സ്റ്റാൻലി ഹാളാണ്. മലയാളത്തിൽ സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും കാലഘട്ടമെന്ന് അഡോളസെൻസ് പീരീഡിനെ കൗമാര കാലഘട്ടത്തിനെ വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹാളാണ്. ഇനി കൗമാര കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതേതൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഫിസിക്കൽ ചേഞ്ചസ് അഥവാ ശാരീരിക മാറ്റങ്ങൾ. നമ്മൾ നോർമലി നമ്മുടെ ശരീരഭാഗങ്ങളിൽ അല്ലെങ്കിൽ ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ദ്രുതഗതിയിലുള്ള, അതായത് വളരെ റാപ്പിഡായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്രോത്ത് നമ്മൾ കാണപ്പെടുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ പ്രായത്തിലാണ്, ഈ കാലഘട്ടത്തിലാണ് ലൈംഗിക പക്വത കൈവരിക്കുന്നത്, പ്യൂബർട്ടിയിലേക്ക് എത്തുന്നു. സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക പോലുള്ള പ്രക്രിയകളൊക്കെ നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന അല്ലെങ്കിൽ ആൺകുട്ടികളിൽ കാണുന്നതാണ് ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റം, പേശികൾ കുറച്ചും കൂടി ദൃഢമാകുന്നു. ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ശാരീരിക മാറ്റങ്ങൾ പെടുന്നു. ഇത് നടക്കുന്നത് അഡോളസെൻറ്റ് പീരീഡിലാണ്. ഇനി മാനസികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശാരീരികമായി മാത്രമല്ല, അഡോളസെൻസ് പീരീഡ് നമ്മുടെ സ്റ്റാൻലി ഹാൾ പറയുന്നുണ്ട്, നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അഡോളസെൻറ്റ് പീരീഡ്. അമൂർത്തമായ ചിന്തകൾ വികസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊഗ്നിറ്റീവ്ലി നമുക്ക് അതിൽ നമ്മുടെ വളർച്ച ഉണ്ടാകുന്നു. കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. കോൺക്രീറ്റ് തിങ്സിൽ നിന്നും അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലോട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ അഡോളസെൻറ്റ് പീരീഡിൽ നടക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് മെൻ്റലി ഉണ്ടാകുന്നുണ്ട്. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ മാറ്റങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കാറുണ്ട്, അഡോളസെൻസ് പീരീഡിൽ സംഭവിക്കാറുണ്ട്. അതാണ് ഇമോഷണൽ ചേഞ്ചസിൽ പറയുന്നത്. വൈകാരിക മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ വികാരങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് മാനസികമായി അല്ലെങ്കിൽ കൊഗ്നിറ്റീവ്ലി നമുക്ക് എന്ത് മാറ്റം ഉണ്ടാകുന്നു? യുക്തിപൂർവ്വം ചിന്തിക്കാൻ പറ്റുന്നു, അമൂർത്തമായി ചിന്തിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഭാവിയിൽ ആരാവണം എന്നുള്ളതൊക്കെ കൂടുതൽ കുറച്ചും കൂടി കാര്യമായി സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിച്ച് തുടങ്ങുന്ന കാലഘട്ടം അഡോളസെൻസ് പീരീഡാണ്. അത് കഴിഞ്ഞ് വൈകാരികമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതാണ് മൂഡ് സ്വിങ്സ്. തീവ്രമായ ഒരു എപ്പോഴും പരിഗണന അർഹിക്കുന്ന അല്ലെങ്കിൽ പരിഗണന ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്നേഹം, ദേഷ്യം, സങ്കടം എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെയൊക്കെ തീവ്രമായ രീതിയിൽ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് എന്ത് പറയുന്നത്, അഡോളസെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തിത്വം, നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് നീങ്ങുന്ന കാലഘട്ടം കൂടിയാണ്. ഇവിടെ അവർക്ക് ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന കാലഘട്ടം കൂടി, അല്ലെങ്കിൽ അങ്ങനെ അത് ആലോചിച്ച് ആശങ്കാകുലരാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. സാമൂഹികമായി ഇനി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നാലാമത്തേത്. പിയർ ഗ്രൂപ്പുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നു. കുട്ടികൾ കൂടുതലും സ്വാധീനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നാവില്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ആവില്ല. അവർ പറയുന്നതൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അധ്യാപകർ പറയുന്നതിനോടൊന്നും ആയിരിക്കില്ല താല്പര്യം. കൂടുതൽ അവരെ ആ കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പായിരിക്കും. സ്വയം ഭരണം, എല്ലാ കാര്യത്തിലും ഓട്ടോണമി ആഗ്രഹിക്കും. ഇതെല്ലാം എനിക്ക് സ്വയം ചെയ്യാൻ കഴിയും, ഞാനെടുക്കുന്ന ഡിസിഷൻ ശരിയാണ്, ഇല്ലെങ്കിൽ ഞാൻ മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് ശഠിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ നമുക്ക് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതിൽ കൂടുതൽ അവരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വിപരീത ലിംഗത്തിൽപ്പെട്ടവരോട്, ഓപ്പോസിറ്റ് സെക്സിനോടൊരു
അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം തോന്നുന്ന കാലഘട്ടം കൂടിയാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അഡോളസൻസിലെ മാറ്റങ്ങളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. സാമൂഹിക മാറ്റങ്ങൾ, വൈകാരിക മാറ്റങ്ങൾ, മാനസിക മാറ്റങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റാൻലി ഹാൾ അങ്ങനൊരു ഡെഫിനിഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനൊരു അഭിപ്രായത്തിലേക്ക് തന്നെ എത്തുന്നത്. ഇനി ഇവരുടെ അലട്ടുന്ന അല്ലെങ്കിൽ ഇവരെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൗമാരക്കാരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം അധ്യാപകരും മാതാപിതാക്കളുമാണ് കൂടുതൽ ബോധവാന്മാരായിരിക്കുന്നത്. കാര്യം അവരുടെ പീരീഡ് അതാണ്. അഡോളസൻസ് പീരീഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ പെട്ടെന്നൊരു ട്രാൻസിഷൻ നമുക്ക് പോസിബിൾ അല്ല. ഇവരുടെ ഈ പെരുമാറ്റം ഇന്നതുകൊണ്ടാണ്, അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ടതുണ്ടെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് അധ്യാപകരും മാതാപിതാക്കളും അടങ്ങുന്ന മുതിർന്ന വ്യക്തികളാണ്. ഇവർക്ക് ആദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ഞാൻ ആരാണ് എന്ന ചോദ്യം ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ എറിക് എറിക്സൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ വരുന്നതാണ്. അത് നമ്മൾ എറിക് എറിക്സൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ എറിക് എറിക്സൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിൽ വരുന്നത് അഡോളസൻസ് പീരീഡിലെ കുട്ടികളാണ്. അപ്പോൾ അതായത് അഡോളസൻറ്റ് പീരീഡിൽ കുട്ടികൾക്കുണ്ടാകുന്നൊരു പ്രധാന ക്രൈസിസാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. പിന്നെ അപകർഷതാബോധം, ശാരീരിക മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതുകൊണ്ട് അതിനോട് അവർക്കൊരു ബോഡി ആങ്സൈറ്റി ഉണ്ടാവും. ഈ പറയുന്ന ബോഡി ഇമേജ് ഇഷ്യൂ എന്ന് നമുക്കതിനെ പറയാം. ഈ മാറ്റങ്ങളെക്കുറിച്ചൊരു അമിതമായ ആകുലത അവരിൽ ഉണ്ടാവും. ഇത് അവരിലേക്ക് അപകർഷതാബോധം വളർത്തും. ഇനി വൈകാരിക അസ്ഥിരത, പെട്ടെന്ന് ദേഷ്യം വരികയും ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണിതെന്ന് പറയുന്നത് കൗമാര കാലഘട്ടം. അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് പിയർ ഗ്രൂപ്പുമായിട്ട് ചെലവിടാനായിരിക്കും താല്പര്യം. ഇനി ഈ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 1. കൗമാരം എന്നാൽ കൊടുങ്കാറ്റും സമ്മർദ്ദവും നിറഞ്ഞ കാലഘട്ടമാണെന്ന് പ്രസ്താവിച്ചതാര്? ഓപ്ഷൻ എ പിയാഷെ, ബി സ്കിന്നർ, സി സ്റ്റാൻലി ഹാൾ, ഡി വൈഗോട്സ്കി. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സ്റ്റാൻലി ഹാളാണ്. ഉത്തരം സി സ്റ്റാൻലി ഹാൾ. കൗമാരക്കാർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് ആരുടെ ചിന്താഗതികളിലാണ്? ഓപ്ഷൻ എ മാതാപിതാക്കൾ, ബി അധ്യാപകർ, സി സമപ്രായക്കാർ, ഡി അയൽവാസികൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ഓട്ടോണമിയും ഞാൻ ചെയ്യുന്നതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്നും മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്നവരോ പറയുന്ന ഈ ഉപദേശങ്ങളോട് ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിക്കാത്തതുമായൊരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നതും സമപ്രായക്കാരാൽ തന്നെ ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം സി സമപ്രായക്കാർ. ഇനി ഇവർ അഡോളസൻറ്റ് പീരീഡിലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൗമാരക്കാരോട് അനുഭാവപൂർവമായ സമീപനം, അത് എമ്പതൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ആ പീരീഡിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. നമ്മൾ മാറി നിന്ന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരോടൊപ്പം നിന്ന് ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് നമ്മൾക്കൊരു എമ്പതൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് മാറി നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണാതെ അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. വ്യക്തിഗതമായ ഒരു പരിഗണന നൽകുക. കുട്ടിയെ വ്യക്തിയായി തന്നെ പരിഗണിക്കുക. അവൻ പറയുന്ന അഭിപ്രായങ്ങൾ ശരിക്കും അതിൽ കാര്യങ്ങളുള്ള അല്ലെങ്കിൽ അതിൽ സീരിയസ് ആയിട്ടുള്ള പോയിൻ്റ് ആണെങ്കിൽ നമ്മളതിനെ ശ്രദ്ധിക്കുക, പരിഗണന നൽകുക. ഇനി ആവശ്യമായ സ്ഥലങ്ങളിൽ കൗൺസിലിംഗ് സേവനങ്ങൾ അവർക്ക് ലഭ്യമാക്കുക. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും സർഗാത്മകമായി അതിനെ വഴിതിരിച്ച് വിടുകയും ചെയ്യുക. ഒരുപാട് ഈ പറഞ്ഞ നമ്മുടെ ശ്രദ്ധ തിരിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്നെല്ലാം അവരെ മാറ്റി അതിനെല്ലാം ക്രിയേറ്റീവ് രീതിയിലേക്ക് ആ കുട്ടിയുടെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഏതൊരു അധ്യാപകനും ശ്രദ്ധിക്കണം. ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചൈൽഡ് സെൻറ്റേർഡ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ നോക്കിക്കാണുക. അങ്ങനെ വരുന്ന ഓപ്ഷൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ താങ്ക് യു. ഇതാണ് നമ്മുടെ അഡോളസൻസ് സൈക്കോളജിയിലെ ആദ്യത്തെ ടോപ്പിക്ക്, അഡോളസൻസ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിൻ്റെ തിയറീസും മറ്റു കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.